ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കലി ചാർട്ടിലുള്ള അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ടെക്നിക്കൽ അനാലിസിസ് ഫേവറബിൾ ആവണം, അതേപോലെ ഫണ്ടമെൻ്റൽ അനാലിസിസും ഫേവറബിൾ ആവണം. ഈ രണ്ട് കേസ് ഫേവറബിൾ ആകുന്ന സമയത്താണ് നമ്മളൊരു സ്റ്റോക്കിൽ കറക്റ്റായിട്ട് എൻട്രി എടുക്കേണ്ടത്. മ്യൂച്വൽ ഫണ്ടുകളെ പോലെയോ ETF-കളെ പോലെയോ അല്ല, സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്ന ടൈമും ആ എൻട്രി, അതായത് നമ്മുടെ ബൈങ് വാല്യൂ എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആവണം. അല്ലെങ്കിൽ നമ്മുടെ മണി 2 to 3 years നമുക്ക് ബ്ലോക്കായി പോകും. നമ്മളത് ലോസിൽ നിൽക്കും, നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. ഒരു പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് വെച്ചിട്ടുണ്ടാവില്ല, വർഷങ്ങളോളം അത് നെഗറ്റീവിൽ നിൽക്കും. അതുകൊണ്ട് ഒരു സ്റ്റോക്കിലെ എൻട്രി പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ്. എത്ര നല്ല സ്റ്റോക്ക് ആണെങ്കിലും അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ബൈങ് പ്രൈസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യും, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യും. ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഈ സ്റ്റോക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾസിന് വേണ്ടി മാത്രം എടുത്താണ്. നമുക്ക് ഈ ചാർട്ടിൽ എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത് നോക്കാം. ഫണ്ടമെൻ്റൽ അനാലിസിസ് ഞാനിവിടെ കവർ ചെയ്യുന്നില്ല, നമുക്കൊരു വേറൊരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാം. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ 5 years ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഈ താഴെ കൂടെ പോകുന്ന ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ഇത് ഇതിൻ്റെ 200 SMA സിമ്പിൾ മൂവിങ് ആവറേജ് വാല്യൂ ആണ് കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ ലൈനാണ്. സോ നമുക്കറിയാം ഈ ഗ്രാഫ് സപ്പോർട്ട് എടുത്ത് ഇവിടെ 200-day മൂവിങ് ആവറേജിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, ഏറ്റവും താഴെ വന്നാൽ ഇവിടെയും ഒരു സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് കൂടെ കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയും ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം താഴെ നിന്ന് 1, 2, 3, 4 ഭാഗങ്ങളിൽ ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് പ്രൈസ് സപ്പോർട്ട് എടുത്ത് കയറുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇപ്പം നിൽക്കുന്ന ഈ വാല്യൂ, അതായത് 2100 ഈ റേഞ്ചിൽ നിൽക്കുന്ന വാല്യൂവിൽ ഒരു എൻട്രി പോയിന്റ് പോസിബിൾ ആണെന്ന് നമുക്ക് ഹയർ ടൈം ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും ചെയ്യും. ഇനി ഇതേ സംഭവം നമ്മളൊരു ട്രെൻഡ് ലൈൻ അനുസരിച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞാലും നമുക്ക് ഏകദേശം അങ്ങനെ ഒരു പിക്ചറാണ് കിട്ടുക. നമുക്കൊരു ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് ട്രെൻഡ് ലൈൻ. ഈ ട്രെൻഡ് ലൈനിൽ മേജറായിട്ട് വരുന്ന ഇതിൻ്റെ സപ്പോർട്ടുകൾ, അതായത് ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട് വന്നിട്ടുള്ളത് മുകളിൽ. ഇനി ഇതിനെ തന്നെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഒന്ന് ക്ലോൺ ചെയ്തിട്ട് ഞാനിതിൻ്റെ സപ്പോർട്ടല്ല, ഞാനിതിൻ്റെ സപ്പോർട്ട് താഴെ, മുകളിൽ റെസിസ്റ്റൻസ് ഇതാ താഴെ വരക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ മുകളിലുള്ളത് നമുക്ക് വീണ്ടും മനസ്സിലായി, ഇതിൻ്റെ റെസിസ്റ്റൻസ് ലൈനുകൾ. ഇത് റെസിസ്റ്റൻസ് എടുത്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്, ഇവിടെ സെക്കൻഡ് റെസിസ്റ്റൻസ്, തൊട്ടടുത്തൊരു സെക്കൻഡ് റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചത് സപ്പോർട്ടായിട്ട് മാറും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് തന്നെ വന്നു. അപ്പോൾ ഈ ഒരു ചാനലിന് ഇടക്കാണ് ഈ സ്റ്റോക്ക് പ്രൈസ് ഒരു ലോങ് ടൈം ഫ്രെയിമിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ താഴത്തെ സപ്പോർട്ട് ഇത് ഉടനെ എടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു വാല്യൂ, അതായത് ഏകദേശം ഒരു 2000 എന്ന് പറയുന്ന ഈ വാല്യൂവിൽ താഴെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ 2000 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്കൊരു എൻട്രി പോയിന്റ് ആയിട്ട് നമുക്ക് ഒരൊറ്റ ഷോട്ടിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഒരു സ്റ്റോക്കിൻ്റെ ടെക്നിക്കലി ഗ്രാഫ് വെച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് ലോങ് ടൈം ഫ്രെയിമിൻ്റെ കൂടെ ഷോർട്ട് ടൈം ഫ്രെയിം കൂടി നമ്മൾ നോക്കണം. ഈ ചാർട്ടുകൾ വേണ്ട, ഈ ലൈൻസ് നമ്മൾ തൽക്കാലം ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ പോയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യുന്നു, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്. ഓക്കെ, ലോവർ ടൈം ഞാനൊരു 6 months ചാർട്ടിൻ്റെ ഇതിലോട്ട് പോകുന്നു. ഞാനിവിടെ താഴെ വരച്ചിട്ടുള്ള 2 സർക്കിൾ നേരത്തെ വരച്ചിട്ടുള്ള അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നു. ഇവിടെ ഞാൻ ക്ലിയർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലോവർ ടൈം ഫ്രെയിമിലാണ്. ലോവർ ടൈം ഫ്രെയിമിൽ നമുക്ക് മനസ്സിലായി ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഒന്ന് വരച്ച് നോക്കണം. ഈ ട്രെൻഡ് ലൈൻ നമ്മൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ. സോ അവിടെ നിൽക്കട്ടെ, ട്രെൻഡ് ലൈൻ വരക്കുന്നു, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാൻ ഗ്രാഫിനൊന്ന് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നു. ഞാൻ ഇതിനെ ഒരു ലൈൻസും കൂടി ഒരു കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് അതിനൊരു സപ്പോർട്ട് ലെവൽ നമ്മൾ വരക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ ഷോർട്ട് ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡിസെൻഡിങ് ചാനലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ എവിടെയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, തിരിച്ച് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, തിരിച്ച് ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് താഴെ, ഇവിടെയും ഇത് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് സപ്പോർട്ടിൻ്റെ അടുത്ത് വന്ന് കയറിപ്പോയി സപ്പോർട്ട് എടുത്തു, ഇവിടെയും ഓൾമോസ്റ്റ് സപ്പോർട്ട് എടുത്തു. അടുത്ത സപ്പോർട്ടിന് വേണ്ടിയിട്ട് താഴോട്ട് വരുന്നുണ്ട്. അതായത് ഷോർട്ട് ടേമിൽ
ഈ സ്റ്റോക്കിന് ഒരു ഡൗൺവേർഡ് ട്രെൻഡാണ് എന്ന് നമുക്ക് ഈ 2 hours ടൈം ഫ്രെയിമിൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി എപ്പോഴാണ് ഈ ഷോർട്ട് ടേമിലോട്ട് ഇതിലേക്ക് ഒരു എൻട്രി പോസിബിൾ ആകുന്നത്? ഡെഫിനറ്റ്ലി ഒരു ലോങ് ടേം സ്റ്റോക്കായിട്ട് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിലും ഷോർട്ട് ടേം സ്വിംഗ് ആയിട്ട് ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ഈ ലൈൻ ഇതിവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഇതിങ്ങോട്ട് കയറി വരണം. അതായത് കയറി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈന് ഇത് ബ്രേക്ക് ചെയ്യണം. ഈ പോയിന്റ് ഇത് എപ്പോഴാണോ ഇത് ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും ഇനി തിരിച്ച് ഇതിൻ്റെ മൊമെൻറ്റം ഈ സ്റ്റോക്കിൻ്റെ ബിയറിഷ് ട്രെൻഡിൽ നിന്ന് ഒരു മൊമെൻറ്റത്തിലോട്ട് ആ സ്റ്റോക്ക് കയറുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലക്ക് എപ്പോഴാണോ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഷോർട്ട് ടേമിൽ ഇതിലൊരു ഓപ്ഷൻ. ഇത് ലോങ് ടേമിലാകുന്നവർക്കും ഒരു ഓപ്ഷൻ തന്നെയാണ്. കാരണം നമുക്ക് അത്രയും താഴ്ന്ന വാല്യൂവിൽ അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് വാല്യുവേഷനിൽ അത് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു. നമ്മൾ ലോവർ ടൈം ഫ്രെയിം നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് ഒരു സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ലോങ് ടേം ചാർട്ടിനോടൊപ്പം തന്നെ ഷോർട്ട് ടേം ചാർട്ടും കൂടി കൂട്ടി വായിച്ച് വേണം നമ്മൾ ഏത് എൻട്രി പോയിന്റ് ആണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. ഇത് ടെക്നിക്കൽ അനാലിസിസ് മാത്രമാണ്. ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റൽ അനാലിസിസും കൂടി ചെയ്തിട്ട് വേണം സ്റ്റോക്കിൻ്റെ എൻട്രി നമ്മൾ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി. അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കണ്ടതിലൂടെ എങ്ങനെയാണ് ഒരു ചാർട്ട് അനാലിസിസ് ലോങ്ങർ ടൈം ഫ്രെയിമിലും ഷോർട്ടർ ടൈം ഫ്രെയിമിലും ചെയ്യേണ്ടത്, അതുവഴി എങ്ങനെയാണ് ഒരു എൻട്രി പോയിന്റ് കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ ചേർക്കുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മറ്റു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.